അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഉപകാരപ്പെട്ട, നമ്മൾ മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ, അതായത് കലിമകൾ. നമ്മൾ കലിമത്ത് തൗഹീദ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും മനസ്സിലാക്കട്ടെ. അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് പ്രതിഫലം ഓരോരുത്തർക്കും നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. സ്വന്തം നമ്മളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറയാം. കലിമകൾ എത്ര എണ്ണം ഉണ്ട്? അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയോ? അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് കേട്ടോ കലിമകൾ. ഈമാനോട് കൂടിയല്ലാതെ, അതായത് വിശ്വാസത്തോടു കൂടിയല്ലാതെ ഒരു സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അതിനാൽ ഈമാനെക്കുറിച്ച് അറിയേണ്ടതും അതിന് യാതൊരു അപാകതയും സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. വിശ്വാസ പ്രമാണങ്ങളെ വിശദീകരിക്കുന്ന ഈ വചനങ്ങൾക്ക് കലിമകൾ എന്നാണ് പറയുക. അവ എത്ര എണ്ണുണ്ട്? 5 എണ്ണമാണ് ഇട്ടുള്ളത്. അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ ഏതാണ് 5 എണ്ണം? ഒന്നാമത്തേത് കലിമത്ത് ത്വയ്യിബാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് കലിമത്ത് ത്വയ്യിബ്. ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കലാണ് കലിമത്ത് ത്വയ്യിബ്. ഇനി രണ്ടാമത്തേത് കലിമത്ത് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്നും അവനേകനും പങ്കുകാരാരും ഇല്ലാത്തവനും ആണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ദാസനും പ്രവാചകനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഇതും നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിരുത്തി മനസ്സിലാക്കി പഠിച്ച് ഇതിൻ്റെ അർത്ഥം കൂടി ഉൾക്കൊള്ളേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് നമുക്കിതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാം. എളുപ്പമാണ്. മൂന്നാമത്തേത് എന്താണെന്ന് നോക്കാം. കലിമത്ത് തംജീദാണ് മൂന്നാമത്തേത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാകുന്നു. ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അള്ളാഹു അത്യുന്നതനാകുന്നു. പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനും ആരാധനക്ക് ശക്തി പകരാനും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ല. അള്ളാഹു അത്യുത്കൃഷ്ടനും മഹത്വമേറിയവനുമാകുന്നു. ഇനി നമുക്ക് നാലാമത്തത് എന്താണെന്ന് നോക്കാം. കലിമത്ത് തൗഹീദാണ് നാലാമത്തത്. ഒക്കെ എല്ലാവർക്കും അറിയണതാണ് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. അവിടുന്ന് ഏകനാകുന്നു. അവന് സമന്മാരായി ആരുമില്ല. രാജാധികാരം അള്ളാഹുവിനാകുന്നു. എല്ലാ സ്തുതിയും അവന് മാത്രം. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതും അവനാകുന്നു. എല്ലാ നന്മകളും അള്ളാഹുവിൻ്റെ പക്കലാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തേത് എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തേത് കലിമത്ത് റദ്ദുൽ കുഫർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വ അന അഅലമു വ അന അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. തുബ്തു അൻഹു വതബറഅതു അൻ കുല്ലി ദീനിൻ സിവാ ദീനിൽ ഇസ്ലാമി അസ്ലംതു അഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവേ, എൻ്റെ അറിവോടെ ഏതെങ്കിലും ഒന്നിനെ നിന്നോട് പങ്കു ചേർക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എൻ്റെ അറിവില്ലായ്മയാൽ എന്നിൽ നിന്നും വന്നുപോയതിനെ ക്ഷമിച്ചു തരണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിശ്ചയം നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്.
ഞാൻ പാപങ്ങളിൽ നിന്നും പശ്ചാത്താപിച്ചു മടങ്ങുന്നു. ഇസ്ലാം അല്ലാത്ത എല്ലാ മതങ്ങളിൽ നിന്നും പിന്മാറുന്നു. അള്ളാഹു അല്ലാതെ ഒരാരാധ്യനും ഇല്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഉച്ചരിച്ച് ഞാൻ മുസ്ലിമായിരിക്കുന്നു. അപ്പോൾ ഇതാണ് അഞ്ചാമത്തത്. ഇങ്ങനെ 5 കലിമകളാണുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിരുത്തി ഇതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി ഇതെല്ലാം നിത്യജീവിതത്തിൽ കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ കലിമകൾ മനസ്സിരുത്തി ഉച്ചരിച്ച് ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയായതുകൊണ്ട് എല്ലാവരും ഇത് നിർബന്ധമായും നിത്യം ജീവിതത്തിൽ പകർത്തുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി അറിയട്ടെ, അവരും കൂടി പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അതുവഴി നമുക്കും കനത്ത പ്രതിഫലങ്ങൾ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആകളിൽ ഈ വിനീതയെ ഉൾപ്പെടുത്തണം. കുടുംബത്തെയും എല്ലാവരുടെയും കാര്യങ്ങളിൽ ഈ വിനീത ദുആ ചെയ്യുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.